നിസ്സാരമല്ല നിലവിളക്ക് കാര്യം. ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിക്കുന്നവർ വീട്ടിൽ നിലവിളക്ക് കൊളുത്താത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ നിലവിളക്കിനെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനത്തിൽ തെളിയിക്കാറുണ്ട്. തിന്മയുടെ അന്ധകാരമകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമേ എന്ന പ്രാർത്ഥന എന്നോണമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും സന്ധ്യയ്ക്കുമൊക്കെ വിളക്ക് കൊളുത്തുന്നതിൽ കാര്യമില്ല. വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടെ ആവണം അത് ചെയ്യേണ്ടത്. അത് നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക കൂടെ ചെയ്യണം. ഭവനത്തിൽ ദീപം തെളിയിക്കുമ്പോൾ, നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നിലവിളക്കിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവഭഗവാനെയുമാണ് സൂചിപ്പിക്കുന്നത്. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക്. അതിനാൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ്. നിലവിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കാൻ. ഓട് കൊണ്ടും പിച്ചള കൊണ്ടുമൊക്കെയുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിലവിളക്കാണ് നാം ദിനവും കൊളുത്തുന്നത്. അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഒന്നുമില്ലാത്ത ഓട്ടുവിളക്കാണ് ഏറ്റവും ഉത്തമം. നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാലാണ് വെറും നിലത്ത് വിളക്ക് വെക്കരുതെന്ന് പറയുന്നത്. പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ. നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ, ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നതിനാൽ ദിനവും കഴുകി വൃത്തിയാക്കിയ ശേഷം വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക. ഇനി നിലവിളക്കിൻ്റെ തിരികളുടെ എണ്ണത്തെക്കുറിച്ച് നോക്കാം. കിഴക്കു ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് വിളക്ക് കൊളുത്തണമെന്നാണ് പ്രമാണം. പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. വിവാഹം നടക്കാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം. മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കൊളുത്താം. ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത്. 2 തിരിയിട്ട ദീപം ധനലാഭമാണ്. 3 തിരികളും 4 തിരികളും ദാരിദ്ര്യത്തിനാണ് കാരണമാകുന്നത്. 5 തിരിയിട്ട ദീപം ഭദ്രദീപം എന്നാണ് പറയാറ്. ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും അശുഭമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിന്തിരി കത്താതിരിക്കാൻ പ്രത്യേകം നോക്കുക. ഇനി വിളക്കിൽ ഉപയോഗിക്കേണ്ട എണ്ണയെക്കുറിച്ച് നോക്കാം. പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മൃഗക്കൊഴുപ്പിൽ നിന്ന് എടുത്ത എണ്ണ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം. വിളക്ക് തെളിയിക്കുമ്പോൾ ഏത് ദിക്കിലോട്ട് നിന്ന് വേണം വിളക്ക് തെളിയിക്കാൻ എന്ന് നോക്കാം. രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി തെളിയിക്കാൻ. ഇങ്ങനെ ചെയ്താൽ സകല ദുഃഖങ്ങളും ഇല്ലാതാകും. വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം. ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധനയുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്ക് കൊളുത്തേണ്ടത് എപ്പോൾ എന്ന് എല്ലാവർക്കും അറിയാം. സൂര്യോദയത്തിനും അസ്തമയത്തിനും 5 മിനിറ്റ് മുൻപെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത്. നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവുമുണ്ട്. ആയതിനാൽ 2 സമയങ്ങളിലും തിരി തെളിയിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്കു ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ഭാഗത്തെ തിരിയുമാണ് ആദ്യമായിട്ട് കൊളുത്തേണ്ടത്. അത് ശ്രദ്ധിക്കുക. വിളക്ക് കൊളുത്തേണ്ടത് ആര്, എങ്ങനെ എന്ന ഒരു സംശയം വരാം. കുടുംബനാഥയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത്. കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്ത് എത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക. ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുന്നതും ഉത്തമമാണ്. വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപതേ നമോ നമ. രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സന്ധ്യയ്ക്കാവുമ്പോൾ ദീപതേ നമോ നമ എന്നത് സന്ധ്യാദീപം നമോസ്തുതേ എന്നും ജപിക്കാറുണ്ട്. ഇതിനുശേഷം നമുക്കറിയാവുന്ന ഈശ്വര പ്രാർത്ഥനകളും നാമങ്ങളും എല്ലാം ജപിക്കാം. നിലവിളക്കിൻ്റെ സ്ഥാനം പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത്. അല്ലാത്ത പക്ഷം
ഈശാന കോണായ വടക്ക് കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെ നിലവിളക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ സൗകര്യാർത്ഥം തിരഞ്ഞെടുത്ത് ആ സ്ഥലങ്ങളിൽ നിലവിളക്ക് വെക്കാം. നിലവിളക്ക് കൊളുത്തി എത്ര സമയം വെക്കണമെന്നത് എല്ലാവരുടെയും ഒരു സംശയമാണ്. വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിക്കണമെന്നാണ് കണക്ക്. എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല. തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തരുത്. പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശ്വരനെ ആരാധിക്കുന്നതും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത്. സാഹചര്യ നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ ഒന്നും വരില്ല. ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തമ ഭക്തിയോടെ നാം ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിളക്ക് തെളിയിക്കുമ്പോൾ മുടങ്ങിയാൽ പിന്നീട് തിരി തെളിയിക്കുമ്പോൾ വേണമെങ്കിൽ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നതും ഉത്തമമാണ്. ക്ഷമാപണ മന്ത്രം ഇതാണ്: ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതമഹിതം വാ സർവമേ തത്ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. നമ്മുടെ സാഹചര്യം നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു നേരം നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് വന്നു പോയാലും അത് ഭഗവാൻ മനസ്സിലാക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.